അപ്പം ചോദിച്ചാൽ അത് മാഡം ഇത് അന്ന് മുതൽ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എനിക്ക് ഇതാണ് അയാളെ കൊണ്ട് സഹിക്കാൻ പറ്റാണ്ട്. അപ്പം ഇനി വേറെ ഒരു ഇല്ല. ഇപ്പം മോള് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. കുട്ടികൾ വളരുമ്പോൾ അവർ കുറച്ചുകൂടെ വേറെ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനെക്കാട്ടിലും നല്ലത് മോള് അപ്പം എന്താ അപ്പം എനിക്ക് കുറച്ചും കൂടെ ക്യൂരിയോസിറ്റി എന്താ അയാൾ ചെയ്തു എന്നുള്ളത്. അപ്പം ഇയാൾ തന്നെ പറയുന്നു, അവർ പറയുന്നു വേറെ പ്രശ്നമൊന്നുമില്ല, കുടുംബമൊക്കെ നോക്കും. അയാളാണെങ്കിൽ ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്ന ഒരാളാണ്, പോലീസിൽ ജോലി ഉണ്ടായിരുന്നു. ഇപ്പം അയാളും റിട്ടയറായി. അന്നേരം പറയുന്നതെന്ന് വെച്ചാൽ അയാൾ ബാക്കി ഫാമിലി നോക്കുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല, നല്ലവണ്ണം നോക്കുന്നു, കാര്യങ്ങളൊക്കെ നോക്കുന്നു. പക്ഷെ അയാൾക്ക് ഭയങ്കര സംശയം. ആര് ആടായാലും സംശയമാണ്. വീട്ടിലൊരു പത്രം ഇടാൻ വരുന്ന ആൾ വന്നാലും അയാളോട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരോടും ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അത് സംശയമാണ്. അങ്ങനെ ആ കല്യാണം കഴിഞ്ഞ്, അതായത് അവർ കല്യാണം കഴിഞ്ഞ് വന്ന നല്ല പ്രായം തൊട്ട് ഇപ്പം അവളുടെ വരെ മകളെ കല്യാണം കഴിച്ച് വിട്ടു. അത് കഴിഞ്ഞിട്ടും ആ പ്രശ്നം തന്നെ ഇപ്പോഴും തുടരുകയാണ്. പുള്ളിക്കാരത്തി അങ്ങനെ വർക്ക് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അവർ ഹൗസ് വൈഫാണ്. അപ്പോൾ ആ ഇടയ്ക്ക് അപ്പോൾ ഇവരെ എനിക്ക് പരിചയം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലത്തിന് മുമ്പ് ഇവരൊരു PG നടത്തി. അപ്പോൾ അത് സ്വന്തമായിട്ട് ആ ഹസ്ബൻഡ് പെൻഷനായി സ്വന്തമായിട്ടൊരു ജോലി ചെയ്യാം എന്നുള്ളു. അപ്പം ഇന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചാൽ ഞാനപ്പോൾ അയാളുടെ ചിലവിലൊന്നും വേണ്ട, ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാം, ജീവിച്ചോളാം. ഇത്രയും നാൾ മോൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. എൻ്റെ ആവശ്യമില്ല, ഇനിയിപ്പോൾ വേണ്ട, എനിക്ക് അയാളുടെ ഒന്നും വേണ്ട, പെൻഷനും വേണ്ട, ഒന്നും വേണ്ട. ഇൻഡിപെൻഡന്റ്